എൻ്റെ പേര് അലീന. ഞാൻ പള്ളുരുത്തിൽ നിന്ന് വരുന്നു. ഞാൻ സെപ്റ്റംബർ 6-ാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ വന്നത്. പക്ഷേ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ കൃപാസനത്തിൽ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പലരും എനിക്ക് യൂട്യൂബ് ലിങ്കൊക്കെ ഷെയർ ചെയ്യുമെങ്കിലും ഞാൻ ഓപ്പൺ ഒന്നും ചെയ്യില്ല. പത്രം തന്നാൽ പോലും ഞാൻ തുറന്നു നോക്കിയില്ലായിരുന്നു, ജസ്റ്റ് മാറ്റി വെക്കലായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ OET ഭാഗമായിട്ട് ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തായിരുന്നു, എൻ്റെ OET പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ OET പഠിക്കുന്ന ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസൊക്കെ തന്നെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരായിരുന്നു. അവരെല്ലാവരും അവരുടെ എക്സ്പീരിയൻസൊക്കെ എനിക്ക് ഷെയർ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കൃപാസനത്തിൽ വരണം എന്നൊരു ചിന്ത വരാൻ തുടങ്ങി. പിന്നെ പത്രമൊക്കെ എനിക്ക് അവർ തരുമായിരുന്നു. അപ്പോൾ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് വരണം എന്നുള്ള ഒരു മൈൻഡായി. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 6-ാം തീയതിയാണ് വരുന്നത്. പ്രാർത്ഥിക്കണം എന്ന രീതിയിലായിരുന്നു ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. നിയോഗങ്ങൾ വെച്ചപ്പോൾ ഞാൻ OET എക്സാം ഡേറ്റ് എടുത്തിരുന്നില്ല. അപ്പോൾ മാതാവ് എൻ്റെ മനസ്സിലൊരു ഡേറ്റ് തോന്നിപ്പിച്ചു, ഒക്ടോബർ 14. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗത്തിൽ ഞാൻ ഒക്ടോബർ 14 എന്ന് പറഞ്ഞൊരു ഡേറ്റ് വെച്ചു. OET എക്സാം എഴുതാൻ പോകുന്ന ഡേറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കൃത്യമായി ചെയ്തിരുന്നില്ല ഫസ്റ്റ് വീക്ക്. പിന്നെ എനിക്ക് സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ കൂടുമ്പോൾ എനിക്ക് എൻ്റെ ഫോൾട്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ എനിക്കൊരു എലിസബത്ത് ആൻ്റണി എന്ന് പറഞ്ഞൊരു മാമിൻ്റെ സാക്ഷി ഞാൻ കേട്ടായിരുന്നു. അതിൽ കുമ്പസാരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ മാം കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ആയിരുന്നു അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ കുമ്പസാരിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ മാതാവിൻ്റെ വല്ലാർപാടത്തമ്മയുടെയും വെളങ്ങണി മാതാവിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ കൃപാസനത്തിന് മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാനായിട്ട്. ഞാനപ്പോൾ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം മേടിച്ചു. എന്നിട്ട് അതെൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒക്ടോബർ 14 OET എക്സാം എഴുതിയത്. എനിക്ക് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു OET എക്സാം എഴുതാനായിട്ട്. എനിക്ക് എൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ പ്രിൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയിരുന്നില്ല. മീൻസ് 3 ടേബിൾ ഹോൾ ടിക്കറ്റിൽ കാണിക്കും. ആ ടേബിൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിരുന്നില്ല, ഇൻകംപ്ലീറ്റ് ആയിരുന്നു ആ ടേബിൾ. അപ്പോൾ അത്